നിങ്ങൾക്കറിയാമോ, ഈ ദിവ്യസംഗീതജ്ഞരായ ഗന്ധർവന്മാർ ശരിക്കും ആരിൽ നിന്നാണ് ജനിച്ചതെന്ന്? പൗരാണിക കഥകളിൽ പറയുന്നതനുസരിച്ച് ഗന്ധർവന്മാരുടെ ഉത്ഭവം മഹർഷി കശ്യപന്റെ പത്നിയായ അരിഷ്ടയിൽ നിന്നാണ്. ശരിക്കും അരിഷ്ട വളരെ ശാന്തസ്വഭാവമുള്ളവളും കലയോട് അതിയായ താൽപ്പര്യമുള്ള ഒരു പ്രകൃതക്കാരിയുമായിരുന്നു. അങ്ങനെയിരിക്കെ ലോകത്തിനു മുഴുവൻ ആനന്ദം നൽകുന്ന ഒരു കൂട്ടം ദിവ്യവ്യക്തികളെ സൃഷ്ടിക്കാനായി മഹർഷി കശ്യപൻ കഠിനമായ ഒരു തപസ്സിൽ മുഴുകി. വർഷങ്ങൾ നീണ്ട ആ ധ്യാനത്തിൽ സന്തുഷ്ടനായ ബ്രഹ്മദേവൻ അദ്ദേഹത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കശ്യപൻ തന്റെ ആഗ്രഹം ബ്രഹ്മദേവനെ അറിയിച്ചു. സ്വർഗത്തിന് സൗന്ദര്യവും ദേവന്മാർക്ക് സന്തോഷവും നൽകുന്ന ദിവ്യഗായകർ ജനിക്കണം. ബ്രഹ്മദേവൻ അത് കേട്ട് പുഞ്ചിരിച്ചു. അദ്ദേഹം ഉടൻ തന്നെ കശ്യപന്റെ പത്നിയായ അരിഷ്ടയെ അനുഗ്രഹിച്ച് ഇപ്രകാരം മൊഴിഞ്ഞു: കശ്യപ, നിന്റെ ഈ തപശക്തിയാൽ ഇവളിൽ നിന്ന് മനോഹരമായ സ്വരങ്ങളുള്ള പുത്രന്മാർ ജനിക്കട്ടെ. അവർ ലോകത്ത് ഗന്ധർവന്മാർ എന്നറിയപ്പെടും. അവരുടെ ദിവ്യസംഗീതം 3 ലോകങ്ങൾക്കും ശാന്തി നൽകും. അങ്ങനെ മഹർഷി കശ്യപന്റെ തപോബലത്താൽ ഗന്ധർവന്മാർ പിറവിയെടുത്തു. അങ്ങനെ അവർ പിന്നീട് സംഗീതം, നൃത്തം, പിന്നെ സുഗന്ധം എന്നിവയുടെയെല്ലാം ദേവന്മാരായി മാറി. അവരുടെ ആ മധുരമായ സ്വരം ദേവന്മാരുടെ യാഗങ്ങൾക്കും ഉത്സവങ്ങൾക്കും സ്വർഗീയ സഭകൾക്കും ജീവൻ നൽകി. ഈയൊരൊറ്റ കാരണം കൊണ്ടുതന്നെ ഗന്ധർവന്മാരെ ഇന്നും സ്വർഗലോകത്തിലെ ഏറ്റവും മികച്ച കലാസംരക്ഷകരായി കണക്കാക്കുന്നു.